നമസ്കാരം. ഏറ്റവും എളുപ്പത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ രണ്ടാം ദിനവും ഇന്ത്യൻ വിപണിയിൽ മുന്നേറ്റമുണ്ടായിരിക്കുകയാണ്. നിഫ്റ്റി സൂചികയായിട്ട് 26,200 എന്ന നിലവാരത്തിന് സമീപത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്കുകൾ കുറച്ചത് ബാങ്കിങ് ഫിനാൻഷ്യൽ ഓഹരികളുടെ ഒരു മുന്നേറ്റത്തിന് വഴിതെളിച്ചു. ഇതിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. 2030 വരെയുള്ള ഒരു കാലയളവ് മുന്നിലേക്കിട്ടുള്ള ദീർഘമായിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതലെടുക്കുന്ന US വ്യാപാര കരാർ സാധ്യമാക്കുന്നത് വൈകിപ്പിക്കുമോ? അടുത്തയാഴ്ച വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെ? നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ? ഇത്തരം വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനം പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച വ്യാപാരത്തിൽ ഒരു നേരിയ നഷ്ടത്തോടെയാണ്, ഒരു ഓപ്പണിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു സൂചികകൾ കാണാനായത്. RBI പ്രഖ്യാപനം വരുന്നവരുടെ ഒരു സമയത്തിൽ ഒരു ചാഞ്ചാട്ടം വിപണിയിൽ പ്രകടമായിരുന്നു. പലിശ നിരക്ക് കുറച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നുള്ള ക്രമാനുഗത ഒരു മുന്നേറ്റം വിപണിയിൽ കാണാനായി. അങ്ങനെ ഇന്നത്തെ ഒരു ഉയർന്ന നിലവാരത്തിന് സമീപമാണ് ഒരു ക്ലോസിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു സൂചികളിൽ കാണാനാകുന്നത്. ഇതോടെ തുടർച്ചയായ രണ്ടാം ദിനമാണ് ഇന്ത്യൻ വിപണിയിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയുള്ള ക്ലോസിംഗ് കാണുന്നത്. അപ്പം പ്രധാനപ്പെട്ട അടിസ്ഥാന ഓരോ സൂചികൾ നോക്കുകയാണെങ്കിൽ BSEയുടെ മുഖ്യ സൂചിയായ സെൻസെക്സ് ആകട്ടെ 447 പോയിന്റ് അല്ലെങ്കിൽ 0.5% ഉയർന്ന് 85,712 എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി. സമാനമായി NSEയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി ആകട്ടെ 153 പോയിന്റ്, ഏകദേശം 0.59%, 0.5%-ലേറെയുള്ള നേട്ടം രേഖപ്പെടുത്തി 26,186 എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി. അതായത് 26,200 എന്നുള്ള നിലവാരത്തിന് സമീപത്തേക്ക് നിഫ്റ്റി സൂചിക മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി ഇന്നത്തെ ഒരു വിപണിയുടെ പ്രധാനപ്പെട്ട നേട്ടത്തിന് കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ഫാക്ടേഴ്സ് കാണാനാകും. ഇതിലൊന്ന് RBI പലിശ നിരക്ക് കുറച്ചത് വിപണിയെ ഒരു പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അത്രയധികം പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. അപ്പം ഒരു GDP നിരക്ക്, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ നിരക്കുകൾ പ്രതീക്ഷിക്കുന്ന ഉയർന്ന നിലവാരത്തിൽ വന്നതും പണപ്പെരുപ്പ നിരക്കുകൾ വിവിധ വർഷങ്ങൾക്കിടയിലുള്ളൊരു റെക്കോർഡ് താഴ്ന്ന നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആണ് RBI ഒരു പലിശ നിരക്കുകൾ കുറച്ചത്. അപ്പം നോക്കുകയാണെങ്കിൽ അത് പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ അത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് പണം ആവശ്യമുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ആ ഒരു പലിശയുടെ ഒരു ഭാരം കുറയ്ക്കുന്നൊരു നടപടിയാണ്. അത് അങ്ങനെ ഒരു എക്കണോമിക് ആക്ടിവിറ്റികൾക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാനും എക്കണോമിക് ആക്ടിവിറ്റികൾ നടക്കാനുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിൽ അത് ലോങ് ടൈമിൽ ഗുണകരമാകുമെന്നുള്ളത് നിഗമനമാണ് RBI പലിശ നിരക്ക് കുറച്ചതിലൂടെ മാർക്കറ്റിൽ കാണാനായത്. അതാണ് ഒരു നിക്ഷേപ സെൻറ്റിമെൻറ്റ്സിനെ ഒരു പോസിറ്റീവ് ആക്കിയതെന്നും പറയാം. അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു തീരുമാനത്തിൻ്റെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടർ സ്റ്റോക്കുകളിൽ ഒരു ബൈങ് ഉണ്ടായതും വിപണിയെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. അപ്പം 0.5% റിപ്പോ നിരക്കിൽ 0.5% അല്ലെങ്കിൽ 25 BPS ഒരു കുറവാണ് വരുത്തിയിരിക്കുന്നത്. 5.25%-ലേക്കാണ് റിപ്പോ റേറ്റുകൾ താഴുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്ക്, ഫിനാൻഷ്യൽ, കൺസ്യൂമർ ഗുഡ്സ്, റിയാലിറ്റി പോലുള്ള ഒരു സെക്ടറുകളിലെ ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം കാണാനായി. ഇപ്പം നമുക്ക് നോക്കിയാൽ പറയാം ബജാജ് സ്റ്റോക്കുകളൊക്കെ ഇന്നൊരു മുന്നേറ്റം കാണാൻ. അപ്പോൾ ഇത്തരം ഒരു റേറ്റ് സെൻസിറ്റീവ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഉണ്ടായിരിക്കുന്നൊരു മുന്നേറ്റവും വിപണിയെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ സഹായിച്ചിട്ടുണ്ടെന്ന് കാണാം. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ആദ്യഘട്ടത്തിലൊക്കെ ഒരു ഗ്ലോബൽ ആഗോള വിപണികളിൽ നിന്നുള്ളൊരു സൂചനകളും മാർക്കറ്റിന് പോസിറ്റീവായിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്നും പൊതുവെ നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിലൊക്കെ ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലായിരുന്നു ട്രേഡ് ചെയ്യുന്നത് കാണാം. US മാർക്കറ്റ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഒരു ഗ്ലോബൽ ആഗോള വിപണികളിൽ നിന്നുള്ള ഒരു സൂചനകളും താരതമ്യേന പോസിറ്റീവായിരുന്നു. ഇന്ത്യൻ വിപണിയെ മുന്നോട്ട് കുതിക്കുന്നതിന് സഹായിച്ചു. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ വിക്സ് സൂചികയാണ്, അതായത് മാർക്കറ്റിലെ വോളറ്റാലിറ്റിയുടെ ഒരു ഗേജായ അല്ലെങ്കിൽ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിന് തോത് ഒഴിവാക്കുന്ന ഒരു ഇന്ത്യ വിക്സ് സൂചികയിൽ 4.5%-ലധികമുള്ളൊരു താഴ്ച ഉണ്ടായത്. റിസർവ് ബാങ്കിൻ്റെ ആ ഒരു റിപ്പോർട്ട് വന്ന സമയത്ത് പോലും ഒരു ഇടിവിൽ താഴ്ന്നു നിൽക്കുന്നത് കാണാമായിരുന്നു. അപ്പോൾ ഇന്ത്യ വിക്സ് സൂചിക ഇന്ന് 4.64% താഴ്ന്ന് 10.32 എന്ന നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 13 വരെ പോയതാണ്. ഒരു 10-ലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു മാർക്കറ്റിലെ സംബന്ധിച്ച്, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റിസ്ക് ആപ്പിറ്റൈറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത് തൊട്ടുമുന്നിൽ വലിയതിന് ചാഞ്ചാട്ടം പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇതും മാർക്കറ്റിനെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ മെച്ചപ്പെടുന്നതിൽ സഹായിച്ചിട്ടുണ്ടെന്ന് കാണാം. അപ്പോൾ ഇത് ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിരുന്നു കാണാം. NSEയിൽ നിന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടത് 3,292 ഓഹരികളാണ്. 1,331 ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു. 1,769 ഓഹരികൾ നഷ്ടത്തോടെ രേഖപ്പെടുത്തി. ഇത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒന്നീ താഴെയാണ്. മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു വീക്ക് ആയിരുന്നു പറയാം. 52 വീക്ക് ഹൈ എന്ന് ഒരു വർഷത്തെ ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തിയത് 36 ഓഹരികളാണെങ്കിൽ 52 വീക്ക് ലോ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരങ്ങളിലേക്ക് എത്തുമ്പോൾ 249 ഓഹരികളാണെന്നും കാണാം. ഇനി NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 സൂചിക
0.4% നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പും 0.5% നേട്ടം രേഖപ്പെടുത്തി. പക്ഷേ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 0.6 അല്ലെങ്കിൽ 0.5%-ലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത്. അതായത് നിഫ്റ്റി 500 സൂചികയും നിഫ്റ്റി മിഡ് ക്യാപ്പ് സൂചികയും നേട്ടത്തിൽ അവസാനിപ്പിച്ചപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് സൂചിക 0.5%-ലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ മാർക്കറ്റ് ബ്രെഡ്സ് സംബന്ധിച്ചൊരു മിക്സ്ഡ് ഔട്ട്ലുക്കാണ് കാണുന്നത്. സെക്ടറൽ സൂചികളിലും ഇത് നമുക്ക് പ്രതിഫലിക്കുന്നതാണ്. 4 ഒഴികെയുള്ളവ എല്ലാം നേട്ടത്തിലായിരുന്നു. നിഫ്റ്റി ഫിനാൻഷ്യൽ, PSU ബാങ്ക് എന്നിവയാണ് 1% മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിയത്. നിഫ്റ്റി IT 1%, നിഫ്റ്റി ഓട്ടോ 0.25% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നും ഒരു സെല്ലിംഗ് സൈഡിലാണുള്ളത്. 1944 കോടി രൂപയുടെ ആണ് ഇന്നത്തെ മൊത്തം ഇന്ത്യൻ ഓഹരികൾ വിറ്റതിൻ്റെ ഒരു മൂല്യമായിട്ട് കണക്കാക്കുന്നത്. അപ്പം വിദേശ നിക്ഷേപർ വീണ്ടും സെല്ലിംഗ് സൈഡിൽ തന്നെ ഉണ്ട്. ഒരു കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും തീവ്രതയില്ലെങ്കിൽ പോലും FISൻ്റെ ഒരു ഭാഗത്ത് സെല്ലിംഗ് തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കൺസേൺ. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ മറുവശത്ത് ഇവർ വിൽക്കുന്നതിനേക്കാൾ അധികം വാങ്ങുന്നതാണ് മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റി നൽകുന്ന ഘടകം. ഇന്ന് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിൽ നിന്ന് 3661 കോടി രൂപയുടെ ഒരു ബൈയിങ് ആണ് നടത്തിയിട്ടുള്ളതും കാണാം. പക്ഷേ FISൻ്റെ സെല്ലിംഗ് നമുക്കൊരു കൺസേണാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു ഘടകവുമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ത്യ റഷ്യ ഉച്ചകോടിയാണ്. അപ്പം 23ാമത് വാർഷിക ഉച്ചകോടിക്ക് വേണ്ടിയിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചർച്ചയും നടന്നു. അപ്പോൾ ഇന്ത്യ റഷ്യ സാമ്പത്തിക സഹകരണ പദ്ധതി 2030 എന്നുള്ള വിഷനും വെച്ചിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ് വിവിധ കരാറുകളാണ് ഒപ്പിട്ടത്. ഈ ഒരു വിഷൻ അവതരിപ്പിച്ചത് ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്സിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യവുമാണ്. ഇപ്പോൾ 2030 വരെയുള്ള ദീർഘകാല ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു കരാറാണെന്ന് കാണാം. എനർജിയുണ്ട്, രാജ്യസുരക്ഷയുണ്ട്, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് മറ്റ് കരാറുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളൊരു വ്യാപാര ബന്ധം വിപുലമാക്കുന്ന നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന കരാറുകളും അത്തരം വിഷൻ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളും ഒരു ധാരണയുമൊക്കെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് പറയാൻ ഫെർട്ടിലൈസർ ഉണ്ട്, ഫുഡ് സേഫ്റ്റി, ഹെൽത്ത്, മൈഗ്രേഷൻ, ഇങ്ങനെ പല സെക്ടറിൽ വരുന്നുണ്ട്. ഇതിൽ ഫ്യൂവൽ സപ്ലൈസിനെ പറ്റി പറയുമ്പോൾ റഷ്യ അൺഇൻട്രപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ ഉള്ള ഒരു ഷിപ്പ് മൂവ്മെൻറ്റ്, അതായത് ഫ്യൂവൽ സപ്ലൈ ചെയ്യാനുള്ളൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് പ്രധാനമന്ത്രി മോദിയും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി ഈ ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു പാർട്ണർഷിപ്പിൻ്റെ കീ പില്ലറാണ്, ഒരു മുഖ്യ ഘടകമാണെന്നും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം സിവിൽ ന്യൂക്ലിയർ എനർജിയിലും ക്രിട്ടിക്കൽ മിനറൽസിലുമുള്ള ദീർഘകാലത്തെ ഒരു പാർട്ടിസിപ്പേഷനൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല അതേസമയം തന്നെ പുടിൻ വീണ്ടും മറ്റു ചില കാര്യങ്ങളുടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റഷ്യ ഇന്ത്യയും ചേർന്നിട്ട് ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സ് റൂട്ടുകളൊക്കെ കൂടുതൽ രീതിയിൽ പുനർനിർമ്മിക്കും, അല്ലെങ്കിൽ പുതിയ അന്താരാഷ്ട്ര സമുദ്രമാർഗം വഴിയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിനുള്ള വഴികളൊക്കെ തേടുമെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്മോൾ മോഡുലാർ ന്യൂക്ലിയർ റിയാക്ടേഴ്സും ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിനും വേണ്ടിയുള്ള സാങ്കേതിക സഹകരണങ്ങളും ഒക്കെ ഇന്ത്യയുമായി നടത്തുമെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം മോദിയും പുടിനും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത ഒരു പ്രസ്താവനയിലാണ് ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞൊരു മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പോസിറ്റീവ് ആകുന്ന ഒരു ഘടകം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാരക്കാർ അല്ലെങ്കിൽ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് നടക്കും എന്നുള്ള പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീതി വന്നിരുന്നത് തന്നെയാണ്. അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ US ഭാഗത്ത് നോക്കിയാലും ലാർജർ എക്കണോമീസിൽ നോക്കുമ്പോൾ ഇന്ത്യയെപ്പോലെ വളരെ ഇന്ത്യ മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളുടെ ഇടയിൽ നോക്കുമ്പോൾ US-ഉമായിട്ടൊരു ബൈൻഡിങ് ആയിട്ടുള്ളൊരു ഉഭയകക്ഷി വ്യാപാരക്കാർ ചേരാതിരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ തമ്മിൽ ഒപ്പുവെക്കാത്തതായിട്ട് ഇപ്പോൾ ഉള്ളത്. മാത്രവുമല്ല റഷ്യയുടെ മേലുള്ളൊരു എണ്ണ വാങ്ങുന്ന ക്രൂഡ് ഓയിൽ വാങ്ങുന്ന എനർജി സഹകരണത്തിൻ്റെ പേരിലാണ് നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും US-ലേക്കുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 50% ട്രംപ് താരിഫിൽ പകുതിയും റഷ്യയുമായുള്ള സഹകരണത്തിൻ്റെ പേരിൽ ചേർന്നതിലെ പീനൽ ടാക്സാണ്, അല്ലെങ്കിൽ ഒരു ചുങ്കമാണെന്നുള്ളത് നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്ന അല്ലെങ്കിൽ ഒരു സഹകരണം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാരക്കാർ വൈകിപ്പിക്കുമെന്നുള്ള ചർച്ചകളും വിവിധ കോണുകൾ ഉയർന്നിട്ടുണ്ട്. അനലിസ്റ്റുകളും ഈ ഒരു കാര്യത്തിൽ പല തട്ടുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിൽ പല പ്രധാനമായിട്ടും എന്തായാലും US ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഡിസംബറിൽ പുതിൻ്റെ ഇന്ത്യ സന്ദർശനമൊക്കെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥിതിക്ക് ഒരുപക്ഷെ അതിനാണോ അത് വൈകിപ്പിച്ചെന്നുള്ള ചർച്ചകളും നിരീക്ഷണങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിട്ടുമുണ്ട്. എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു സഹകരണത്തെ US ക്ലോസ്ലി വാച്ച് ചെയ്യും എന്നുള്ള ഉറപ്പാണ്. ഇത്
കേന്ദ്ര സർക്കാരിന് ഒരു പക്ഷേ അറിയാവുന്ന കാര്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെ ബാലൻസ് ചെയ്യുന്നൊരു നീക്കങ്ങളും ഇനിയും ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുമെന്നും തന്നെ പ്രതീക്ഷിക്കാം. നിലവിലത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ എക്സ്പെർട്ടുകൾ പറയുന്ന ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ റഷ്യയുള്ള സഹകരണം കൂടുതൽ ശക്തമാകുകയാണെങ്കിൽ ഒരു പക്ഷേ അത് ഇന്നുള്ളൊരു റിറ്റാലിയേഷൻ US-ൻ്റെ ഭാഗത്തു നിന്ന് വരാം. നിലവിലത്തെ ഇന്നത്തെ വന്ന പ്രഖ്യാപനങ്ങളൊന്നും നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇന്ത്യ ഇതിന് മുന്നേയും ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പം ഇനി മുന്നോട്ട് വരുന്ന പ്രഖ്യാപനങ്ങളിൽ US-നെ പിന്തള്ളി പോകുന്ന രീതിയിലൊരു ഇപ്പോൾ ഡിഫൻസ് മേഖലയിലൊക്കെ ഈ ഇന്ത്യ വർഷങ്ങളായിട്ട് ചെയ്യുന്ന സഹകരണം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഒരു പരിധി വിട്ട് അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ഇന്ത്യ-US സഹകരണത്തിലേക്ക് പോയാൽ, ഇന്ത്യ-റഷ്യ സഹകരണത്തിലേക്ക് പോയാൽ മാത്രമാകും US വ്യാപാരക്കാർ പ്രതിസന്ധിയിലാകുക എന്നാണ് മിക്ക അനലിസ്റ്റുകളും പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തെ കുറിച്ച് കേന്ദ്ര സർക്കാരും അവധാനതയോടെ കാര്യങ്ങൾ സ്വീകരിക്കുന്നത് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു ഇന്ത്യ-റഷ്യ ചർച്ച തീർച്ചയായിട്ടും US ഉറ്റുനോക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള അടുത്ത നീക്കങ്ങൾ വിപണിയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇനി അടുത്ത ആഴ്ച വിപണിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയുടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു നിഫ്റ്റിയുടെ ഒരു ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു സ്ട്രോങ് ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം ഇതൊരു ക്ലോസിംഗ് കൂടെ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകൾക്ക് മുകളിലൊക്കെ ഒരു കംഫർട്ടബിളായിട്ട് ട്രേഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ 20 ഷോർട്ട് ടൈം ആയാലും നിയർ ടൈം ആയാലും ലോങ് ടൈം ആയാലും ഇപ്പോൾ 20, 50, 100, 200 ഡെയിലി മൂവിങ് ആവറേജിൻ്റെ ഒക്കെ മുകളിലായിട്ടാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മാത്രമല്ല ഒരു മൾട്ടി മന്ത് അസെൻഡിങ് ചാനലിൻ്റെ അകത്ത് വളരെ ഫേമായിട്ട് തന്നെ ആ ട്രേഡിങ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ നമുക്ക് കാണുകയും ചെയ്യാം. നിലവിലത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 25,900, 25,700 എന്ന നിലവാരമാണ്. അപ്പം അതിൽ 25,700 എന്നുള്ള ഒരു നിലവാരത്തിന് സമീപം നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു 2-3 കീ ഫാക്ടേഴ്സ് ചേരുന്ന ഒരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ടാണ് നമ്മുടെ കാണാം. 25,700 എന്ന് പറയുന്ന സോൺ പറയുകയാണെങ്കിൽ അവർ 50-ഡേ മൂവിങ് ആവറേജ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മീഡിയം ടൈം ട്രെൻഡിൻ്റെ ഒരു കീ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അതിന് മുകളിൽ അവിടെ വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ലോവർ ചാനൽ സപ്പോർട്ടാണ്, അത് ഡൈനാമിക് സപ്പോർട്ട് ലൈനാണ്. ഒരു പ്രൈസ് ആക്ഷൻ്റെ നോക്കുമ്പോൾ ലോവർ എൻഡിൽ വരുന്നൊരു ചാനൽ സപ്പോർട്ട് അവിടെയുണ്ട്. പിന്നെ ഇത് പ്രീവിയസ് ബ്രേക്കൗട്ട് ലെവലുമാണ്. അപ്പോൾ ഈ 3 ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ചേരുന്നതിൻ്റെ തുടർന്നുള്ളൊരു ക്ലസ്റ്റർ ഓഫ് സപ്പോർട്ട് അവിടെ വരുന്നതുകൊണ്ട് തന്നെ 25,700 വളരെ നിർണായകമായ സപ്പോർട്ടാണ്. അവിടുന്ന് ഒരു പിന്തുണാർജിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അപ്പോൾ 25,900, 25,700 എന്നുള്ളതാണ് നിയർ ടൈമിലേക്കുള്ള ഏറ്റവും ക്രൂഷ്യൽ സപ്പോർട്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ 25,700, 25,900 എന്നുള്ള ആ ഒരു 25,900, 25,700 എന്നുള്ള ഒരു സോണിന് മുകളിൽ നിഫ്റ്റിക്ക് തുടരാൻ സാധിക്കുന്നിടത്തോളം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലായിരിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരു ഡയറക്ഷണൽ ബയസ്, ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത് പ്രതീക്ഷിക്കാവുന്ന ഈ ഒരു പ്രൈസ് ചാനൽ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചാനൽ എക്സ്റ്റൻഷനിൽ ടോപ്പായിട്ടുള്ള 26,350 വരെയാണ് ഒരു നിയർ ടൈം ടാർഗറ്റായിട്ട് പറയാനും കഴിയുക. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോഴത്തുള്ള റീസെൻറ്റ് പിക്ക് അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഓൾ ടൈം ഹൈ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 26,500, 26,600 വരെ പോകാൻ പറ്റും. അതിന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 27,000 പോകാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പോസിറ്റീവ് ട്രിഗറൊക്കെ വരേണ്ടതുണ്ട്. എന്തായാലും ബ്രോഡർ പാർട്ടിസിപ്പേഷനൊക്കെ വരേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും 25,700, 25,900 എന്നുള്ളതാണ് നിഫ്റ്റിയുടെ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട്. ഈ സോണിന് മുകളിൽ തുടരുന്നിടത്തോളം ഇതിനിടയ്ക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺസോളിഡേഷനൊന്നും പ്രശ്നമല്ല. ഒരു ഡയറക്ഷണൽ ബയസ്, ഒരു പോസിറ്റീവ് ട്രെൻഡിൽ തന്നെ തുടരും. 26,350 ഒരു പ്രൈസ് ചാനലിൻ്റെ ഒരു അപ്പർ ബൗണ്ടറി വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നൊരു ഇമ്മീഡിയറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെമി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീക്കെൻഡ് നല്ലതാകട്ടെ എന്ന് ആശംസിച്ച് നിർത്തുന്നു. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.